എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ പുതിയ വീടിന്റെ അകത്ത് നീ അതാ വീട് പണി തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഉദ്ഘാടനത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ കട തുടങ്ങുന്ന സമയത്ത് ഒരു യാസീൻ ഓതാ പറഞ്ഞത് വെറുതെയല്ല. ആ യാസീൻ ഓതുന്നതിലൂടെ പടച്ചറപ്പേ മുത്തുനബിയുടെ സഹായവും തൃപ്തിയും നിനക്ക് ലഭിക്കുകയാണ്. അത് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ? ഒരു മനുഷ്യന് സൂറത്ത് യാസീൻ ഓതുമ്പോ എന്തിനു വേണ്ടിയാണോ അവൻ ഓതുന്നത് അല്ലാഹു അതിന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഞാൻ യാസീൻ ഓതുമ്പോ പടച്ചവനെ എന്റെ രോഗം ശിഫയാക്കണമെന്നുള്ള നിയ്യത്തോടു കൂടിയാണ് ഓതുന്നതെങ്കിൽ അല്ലാഹുവേ രോഗം മാറുകയാണ്. പടച്ചവനെ ബർക്കത്ത് വേണമെന്ന് കരുതിയിട്ടാണോ ദുആ ഓതുന്നത് അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുകയാ. ഏതൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണോ നീ യാസീൻ ഓതുന്നത് ആ യാസീനിന് ശേഷമുള്ള ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പടച്ചവനെ നിങ്ങൾ ഖുർആൻ ഓതാൻ മറന്നു പോകരുത്. ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇനി യാസീൻ ഓതാൻ പറ്റിയില്ലെങ്കിലും പടച്ചവനെ ഇഖ്ലാസെങ്കിലും ഓതണേ, മുഅവ്വദത്തൈനിയെങ്കിലും ഓതണേ. എന്നിട്ട് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ. നിനക്ക് അല്ലാഹുവേ പ്രവാചകന്റെ തൃപ്തിയും സഹായവും നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആയിക്ക് ഉത്തരമുണ്ട്. അവൻ എന്ത് നിയ്യത്തിലാണോ ചെയ്തത് അത് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഇടം മരിച്ചു കിടക്കുന്ന വാപ്പാടെ കബറിന്റെ ചാരത്ത് പോയിട്ട് ബക്കറ ഓതുന്നതിനേക്കാളും നല്ലത് യാസീൻ ഓതല. മരിച്ചുപോയ ഉമ്മയുടെ കബറിന്റെ ചാരത്ത് പോയി നിന്ന് യാസീൻ ഓതിയാൽ 40 ദിവസം ആ മണ്ണിനടിയിൽ കിടക്കണ നിന്റെ വാപ്പാനെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കബറിന്റെ ചാരത്ത് പോയി യാസീൻ ഓതിയാൽ ആ മണ്ണിനടിയിൽ കിടക്കുന്ന നിന്റെ വാപ്പയ്ക്ക് 40 ദിവസം, 1-2 ദിവസമല്ല 40 ദിവസം അള്ളാഹു അദാബ് മാറ്റിവെക്കുമെന്ന് ഹദീസ് ഉണ്ട്. അതുകൊണ്ടാണ് യാസീൻ ഓതാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്റെ തൃപ്തിയും സഹായവും നിനക്ക് ലഭിക്കണമെങ്കിൽ നീ ഖുർആൻ ഓതണം. ആ ഖുർആൻ ആരാ കൊണ്ടുവന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുർആൻ ഓതുന്നതിലൂടെ അള്ളാഹുവിന്റെ സഹായവും മുത്തുനബിയുടെ സഹായവും നിനക്ക് ലഭിക്കും. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. 9 മണിയായി, ഇനി ആകെ അരമണിക്കൂറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നിർത്തിയേക്കാം. 5-ാമത്തെ കാര്യം, അള്ളാന്റെ തൃപ്തി കിട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി കിട്ടി. ഇനി വേണ്ടത് ആരുടെയാ? ഇനി വേണ്ടത് ആരുടെയാ? നമ്മുടെ മാതാപിതാക്കളുടെ തൃപ്തി വേണം. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ പ്രിയമുള്ളവരെ, ഒരു പുതിയ കച്ചവടം തുടങ്ങുമ്പോ എന്ത് കാര്യമാണ് നീ ചെയ്യാൻ തുടങ്ങുന്നത്? ആ തുടങ്ങുന്ന സമയത്ത് നിനക്ക് പടച്ചറപ്പിന്റെ സഹായം വേണോ? എടാ ചെറുപ്പക്കാരാ, കച്ചവടം തുടങ്ങിയപ്പോ ഉമ്മയോട് നീ ചോദിച്ചിരുന്നോ? വാപ്പയോട് നീ ചോദിച്ചിരുന്നോ? എടാ പുതിയ വണ്ടി എടുക്കാൻ പോയപ്പോ ഭാര്യയും മക്കളെയും കൊണ്ടുപോയി എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാ നിന്റെ ഉമ്മ എറിഞ്ഞത്, നിന്റെ വാപ്പ എറിഞ്ഞത്. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അവരുടെ തൃപ്തിയും പൊരുത്തവും നിനക്ക് വേണ്ടേ? നിന്റെ മാതാപിതാക്കളുടെ ദുആ നിനക്ക് വേണ്ടേ? അല്ലാതെ കൂട്ടുകാര് പറയുന്നത് കേട്ടിട്ട് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ലക്ഷങ്ങളുടെ കടം വന്നോ നഷ്ടം വന്നോ, ഭാര്യയുടെ സ്വർണം മുഴുവനും വിറ്റിട്ടാളൊരു പുതിയ കച്ചവടം തുടങ്ങിയത്. അവസാനം നഷ്ടം വന്നപ്പോ കിടപ്പറയിലെ ഭാര്യയുടെ ചാരത്ത് ചെന്നിട്ട് പെണ്ണെ ലക്ഷങ്ങളുടെ നഷ്ടമാണെന്ന് പറയുമ്പോ അവള് കുത്തുവാക്ക് പറയുകയാണ്, അവള് നിന്നെ വഴക്കു പറയുകയാണ്. അവസാനം അതിനകത്ത് കിടന്നിട്ടുറക്കം വരാതെ നീ വീടിന്റെ വെളിയിലിറങ്ങി വിഷമിച്ചിരിക്കുമ്പോ ഉമ്മ ചോദിക്കുകയാ, എന്ത് പറ്റിയടാ പൊന്നുമോര്? എന്റെ മോനെന്തേ ഉറങ്ങുന്നില്ലേ?
എന്റെ മോന്റെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ടല്ലോ. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നീ ഉമ്മയോട് പറഞ്ഞില്ല, ഉമ്മാടെ ദുആ വാങ്ങിയില്ല, ഉമ്മാനോട് നീ പറഞ്ഞില്ല. ആരോ പറഞ്ഞിട്ടാണ് ഉമ്മ പോലും അറിഞ്ഞത്. അവസാനം സർവ്വതം നഷ്ടപ്പെട്ടിട്ട് സമാധാനമില്ലാതെ വീടിന്റെ പുറത്തിങ്ങനെ ഇരിക്കുമ്പോ ഉമ്മ തലയിൽ കൈവച്ചിട്ട് പറയുകയാ, പോട്ടടാ മോനെ, പോയതൊക്കെ പോകട്ടടാ. എന്റെ പൊന്നുമോൻ എന്തിനാ വിഷമിക്കുന്നത്? നീ എന്തിനാ പ്രയാസപ്പെടുന്നത്? അല്ലാഹു നിന്നെ അനുഗ്രഹിക്കത്തില്ലേ മോനെ? പടച്ചവൻ എന്റെ പൊന്നുമോനെ കൈവിടില്ല. ആ സമയത്തും മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉമ്മായും ബാപ്പായും ജീവിച്ചിരുന്നിട്ട് പോലെ അവരോട് പറയാത്തവരാണ്. നീയൊക്കെ നിന്റെ ഭാര്യയോട് പറയാറുണ്ട്, മക്കളോട് പറയാറുണ്ട്, കൂടപ്പിറപ്പുകളോട് പറയാറുണ്ട്. പക്ഷേ വാപ്പയോടും ഉമ്മയോടും പറയാറില്ല. വാപ്പയോടും ഉമ്മയോടും പറയാറില്ലല്ലോ. കൂടുതൽ പരിഗണന ഭാര്യക്കാട്. പടച്ചവനെ ഭാര്യയുടെ അടുക്കൽ പറഞ്ഞിട്ടാണ് പലരും ഉമ്മയോട് പറയുന്നത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര്, അത് നിങ്ങൾ നിസാരമായി കാണരുത്. ഉമ്മയെക്കാൾ ഭാര്യയ്ക്ക് സ്ഥാനം കൊടുക്കുന്നവര്, ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മാനെ വേദനിപ്പിക്കുന്നവര്, അത് നിസാരമായി നിങ്ങൾ കാണരുത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭാര്യമാർക്ക് ഒരുപാട് സ്ഥാനം കൊടുക്കുന്ന ഭർത്താക്കന്മാര് കേട്ടോ. അതാ ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മാനെ വേദനിപ്പിക്കുന്ന മക്കള് കേട്ടോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അൽഖമ. ആ അൽഖമയ്ക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് സ്വഹാബികൾ അടുത്ത് നിന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാവ് പൊങ്ങുന്നില്ല, നാവ് പൊങ്ങുന്നില്ല, പറയാൻ കഴിയുന്നില്ല. സ്വഹാബികളെ മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് പറയുമ്പോ പ്രവാചകൻ ചോദിക്കുന്നു, സ്വഹാബാ, അൽഖമ നമസ്കരിക്കാറുണ്ടോ സഹാബാ? രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? അൽഖമ 5 നേരം നിസ്കരിക്കാറുണ്ടോ? സ്വഹാബികൾ പറയുന്നു, മുത്തുനബിയേ, അൽഖമ 5 നേരം നിസ്കരിക്കുന്ന സ്വഹാബിയാ. രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? ഉമ്മയുമായിട്ട് എങ്ങനെയാണ്? മാതാപിതാക്കളുമായിട്ട് വല്ല പ്രസവമുണ്ടോ? യാ റസൂലല്ലാഹ്, അൽഖമയെ ഉമ്മാനെ പൊന്നുപോലെ നോക്കുന്ന മോനാ. ഉമ്മാനെ വല്ലാത്ത സ്നേഹമാണ്. ഉമ്മാന് ഭക്ഷണം കൊടുക്കാറുണ്ട്, ഉമ്മയുടെ സർവകാര്യങ്ങളും നോക്കാറുണ്ട്. പക്ഷേ ഉമ്മയ്ക്കൊരേ ഒരു പരാതിയുണ്ട് നബിയേ. ഉമ്മയ്ക്കൊരേ ഒരു പരാതിയേ ഉള്ളൂ, ഉമ്മയ്ക്കൊരേ ഒരു പരാതിയേ ഉള്ളൂ. എന്താണ് പരാതി എന്നറിയുമോ? സ്റ്റേജിലും പുറത്തും നെളിഞ്ഞിരിക്കുന്ന മക്കള് കേട്ടോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങളെ പഠിച്ചിട്ടുള്ളവരാ. ആ അൽഖമയ്ക്ക് ഒരേ ഒരു ഉമ്മയ്ക്ക് ഒരേ ഒരു പരാതിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്തേ പരാതി എന്നറിയുമോ? അല്ലാഹുവേ, മുത്തുനബി ഉമ്മാനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഉമ്മാനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഉമ്മാനെ മുത്തുനബിയുടെ ചാരത്ത് കൊണ്ടുവന്നു. ഉമ്മ എവിടെ അൽഖമയെ കുറിച്ച് ചോദിക്കുമ്പോ മാതാവ് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽഖമ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയോ, എനിക്ക് അവനോട് വല്ലാത്ത സ്നേഹമാണ് നബിയോ, അവൻ എന്റെ പൊന്നുമോനാ നബിയോ. പക്ഷേ എനിക്കൊരേ ഒരു പരാതിയുണ്ട്. എന്തേ പരാതി എന്നറിയോ? അവൻ എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാണ് നബിയേ. അവൻ എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാ. എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ ആദ്യം പറയുന്നത് അവന്റെ ഭാര്യയോടാ. ഉമ്മ പറഞ്ഞ
മറുപടി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോ ഉമ്മ പറഞ്ഞ മറുപടി, അവന് ഏറ്റവും കൂടുതൽ സ്നേഹം അവന്റെ ഭാര്യയോടാണ്. എന്നിട്ട് പറഞ്ഞു, എന്തുണ്ടെങ്കിലും അവൻ ആദ്യം പറയുന്നത് പെണ്ണുപിള്ളയെടുത്ത്, പിന്നെ എൻ്റെ അടുത്ത് പറയും. എന്ത്? അവൻ എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് പറയില്ല എന്നല്ല, എന്തുണ്ടെങ്കിലും അവൻ ആദ്യം ഭാര്യയോട് പറയും. പറഞ്ഞതിന് ശേഷമേ എന്നോട് പറയാറുള്ളൂ. എനിക്കത് ഇഷ്ടമല്ല നബിയെ, കാരണം ഞാൻ അവന്റെ ഉമ്മയല്ലേ, ഞാൻ അവന് വേണ്ടി ജീവിച്ചവനല്ലേ, അവനെ പൊന്നുപോലെ വളർത്തിയത് ഞാനല്ലേ നബിയെ. അവൻ എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോട്, അവൻ എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾക്കാരോടാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല. ഇല്ല നബിയെ, ഞാൻ എങ്ങനെ പൊറുക്കും? ഞാൻ പട്ടിണി കിടന്നിട്ട് അവനെ വളർത്തിയതാ. ഇന്നലെ കയറി വന്നവളെ കണ്ടപ്പോൾ അവൻ എന്നെ മറന്നു. അവൻ എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോട്. അവൻ ആദ്യം അവിടെ പറയും, എന്നോടല്ലേ പറയണ്ട, ഞാനല്ലേ ഉമ്മ. അവിടെ ഈഗോടെ പ്രശ്നമല്ല, എന്നോടല്ലേ അവൻ പറയേണ്ടത്. അവൻ ആദ്യം പറയുന്നത് അവന്റെ ഭാര്യ എടുത്ത്, എന്നിട്ടാ എന്നോട് വന്ന് പറയാ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, പൊരുത്തപ്പെട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്നില്ല. ഇല്ല ഉമ്മ. അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ് അവസാനം ആ ഉമ്മ പൊരുത്തപ്പെട്ടതിന് ശേഷമാ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിച്ചത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉമ്മാനെ തല്ലിയതിൻ്റെ പേരിലല്ല, പട്ടിണിക്കിട്ടതിൻ്റെ പേരിലല്ല, വീട്ടിൽ നാട്ടിയിറക്കിയതിൻ്റെ പേരിലല്ല, ഒറ്റ ഒരു തെറ്റ്, ഉമ്മയേക്കാൾ ഭാര്യയെ സ്നേഹിച്ചു. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ ഇരിക്കണ ഓരോ മക്കളും ചിന്തിക്ക്, നിന്റെ വീടിൻ്റെ അകത്ത് ഇത് നടക്കുന്നുണ്ടോ ഇല്ലേ? ഇതിനർത്ഥം ഭാര്യയെ സ്നേഹിക്കണ്ട എന്നല്ല, ഭാര്യയെ സ്നേഹിക്കണം, അതുപോലെ ഉമ്മാനെയും സ്നേഹിക്കണം. പക്ഷെ ഭാര്യമാര് പഠിക്കേണ്ട ഒരു കാര്യം, നീ ആദ്യം സ്നേഹിക്കേണ്ടത് ഭർത്താവിനെയല്ല. എൻ്റെ പെണ്ണിനോട് പറയുന്നു, പെങ്ങളെ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ ഭർത്താവിനെ സ്നേഹിച്ചാ പോരാ, ഭർത്താവിന്റെ ഉമ്മാനെ സ്നേഹിക്കാൻ പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആദ്യം സ്നേഹിക്കേണ്ടത് ആരെയാ? ഭർത്താവിനെ അല്ല, ഭർത്താവിന്റെ മാതാപിതാക്കളെ. കാരണം നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭർത്താവിന്റെ പൊരുത്തം വേണം. പക്ഷെ ഭർത്താവിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഉമ്മാടെ പൊരുത്തം വേണം. ഉമ്മാനെ ഒരു മകനും ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക, അതാ ഏറ്റവും നല്ലത്. ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മ ഒരു സൈഡില്, ഭാര്യ ഒരു സൈഡില്, ആത്മഹത്യ ചെയ്തു ആ ചെറുപ്പക്കാരൻ. കാരണം എന്തേ? ചില അമ്മായിയമ്മമാരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്തൊരു സാധനവും അറിയോ, അല്ലാഹു അഅലം. ഈ ചങ്ങാതി ഇങ്ങോട്ട് ചെല്ലുമ്പോ ഉമ്മ ഭാര്യയെ കുറിച്ച് പരാതി പറയാ. ഓരിങ്ങനെ കേട്ട് ബെഡ്റൂമിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അടുത്ത പെണ്ണുമ്പോൾ അവിടെ നിന്ന് ഉമ്മാനെ കുറിച്ച്. എൻ്റെ ഭർത്താക്കന്മാരോട് പറയണത്, ചെറുപ്പക്കാരോട്, എടാ അല്ല രണ്ട് ചെവി തന്നെ എന്തിനാണെന്നറിയാവോ? കേൾക്കാൻ ഒന്ന് പോരെ? കേൾക്കാനാണെങ്കിൽ ഒരു ചെവി പോരെ? അല്ല രണ്ട് ചെവി തന്നിരിക്കുന്നത് ഒന്ന് കേൾക്കാനും ഒന്ന് കളയാനുമാണ്. ഉമ്മ പലതും പറയും, നിന്റെ ഭാര്യയെ കുറിച്ചിട്ടുള്ള പരാതികൾ മുഴുവനും പറയും. പാവ ഉമ്മാടെ പൊരുത്തമില്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മിണ്ടാതെ മാറി കിളവി എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ പെണ്ണുമ്പിളെ കുറിച്ച് ആവശ്യമില്ലാത്ത പറയാൻ പറ്റത്തില്ല. എന്ന വാക്കുപോലും പറയാൻ പറ്റത്തില്ലെന്ന ഖുർആൻ പറഞ്ഞേ. ഉമ്മ പറയുമ്പോൾ മിണ്ടാതിരുന്ന് കേൾക്കണം, ഇങ്ങനെ കേൾക്കണം. കുറച്ച് കഴിഞ്ഞു, ഇടിവെട്ടുന്ന പോലെ കുറെ കേട്ടു. ഇതിലേക്കൂടെ കളയാനുള്ളത് മൊത്തം കളഞ്ഞു. എന്നിട്ട് അൽഹംദുലില്ലാ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തിളച്ച എണ്ണയിൽ നിന്ന് എരുതി വീഴുന്ന പോലെ അകത്ത് ആമിനാത്ത ഇങ്ങനെ ഇരിക്കുക. അങ്ങോട്ട് കയറിച്ചോണ്ട് നിങ്ങളുടെ തള്ളേണ്ടല്ലോ, അവിടെ ഇരിക്കണം ചിരിച്ചോണ്ട്. അൽഹംദുലില്ലാ ഇതിലേക്ക് കേൾക്കണം. കഴിഞ്ഞില്ലേ, അസ്സലാമു അലൈക്കും, കടന്നുറങ്ങാം. ഇതെന്നെ ജീവിതം. അല്ലാതെ ഭാര്യ പറയുന്നത് മാത്രവും കേൾക്കരുത്, ഉമ്മ പറയുന്നത് മാത്രവും കേൾക്കരുത്. രണ്ടുപേരും പറയുന്നത് കേൾക്കുക തന്നെ വേണം. കാരണം ഭാര്യയ്ക്ക് പറയാനുള്ളത് നിന്നോടാ, നാട്ടുകാരോട് പറയാൻ പറ്റത്തില്ലല്ലോ. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുടെ പരാതി, ഞാൻ പറയുന്നത് ഭർത്താവ് കേൾക്കുന്നില്ല എന്നുള്ള. ഒന്ന് കേൾക്കടാ ചങ്ങാതി, എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് കേൾക്കണം. ഇന്നത്തെ കല്യാണം കഴിക്കുന്ന പയ്യനോടും നിനക്ക് പിന്നെ കൂടുതൽ പരാതി ഒന്നും കാണൂല. കാരണം എത്തിക്കാനെന്ന് കെട്ടിക്കൊണ്ട് പോകുന്നതാ. ഓളെ കൊണ്ട് കട്ടിലി കിടത്തിയാലും ഉറങ്ങും, പാവിരിച്ചിട്ട് കിടക്കാൻ പറഞ്ഞാലും കിടക്കും, മട്ടൻ ബിരിയാണി മേടിച്ചു കൊടുത്താലും തിന്നും, കഞ്ഞിയും പയർ പിടിച്ചാലും തിന്നും. കാരണം ഇത് തിന്നു പഠിച്ചതുകൊണ്ടൊരു കുഴപ്പമില്ല. അള്ളാഹുവിന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.
അള്ളാഹ് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ശരിയല്ലേ? വലിയ അംബാനിയുടെ മോളാണെങ്കിൽ ഓളെ കൊണ്ട് AC റൂമിലിടാൻ പറ്റത്തുള്ളൂ. ഓള് പിന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ തിന്നത്തുള്ളൂ. ഈ എത്തിക്കാനെ കഞ്ഞിയും പേരും കുടിച്ച് കിടന്ന കൊച്ചിന് എന്താ കുഴപ്പം? അത് എവിടെ പോയാലും തിന്നും. കഞ്ഞിയും പേരൊന്നും ഇപ്പൊ ഇല്ലെന്നാ പറയണേ. എല്ലായിടത്തും നല്ല ചോറാ, ഇവിടെ നല്ല ഫുഡാ. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്ത് കാര്യം ചെയ്യുമ്പോഴും ആരോട് ചോദിക്കണം? ഉമ്മാനോട് പറയണം. അങ്ങനെ ഇരിക്കണ എത്രയോ സമ്പന്നന്മാർ, എത്രയോ ബിസിനസ് ഉള്ളവർ ഉമ്മായും വാപ്പായും ഉണ്ടെങ്കിൽ ഇന്നും പോയി പറയും. എനിക്കറിയുന്ന എത്രയോ പേരുണ്ട്, രാവിലെ കട തുറക്കാൻ പോകുമ്പോ താക്കോലും കൊണ്ട് ഉമ്മാടെ അടുത്ത വെക്കാറ്. എനിക്കറിയുന്ന ഒരു സമ്പന്നനുണ്ട്, അദ്ദേഹത്തിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ താക്കോല് കൊണ്ടുപോയിട്ട് രാത്രി കച്ചവടം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ ഉമ്മാടത്ത് ചെല്ലും. വന്നോ മോനെ, അൽഹംദുലില്ലാ, ചോറ് കഴിച്ചോടാ, എല്ലാം ഉണ്ട്. താക്കോൽ ഉമ്മാടെ തലഭാഗത്ത് വെച്ചിട്ട് പോയി കിടന്നുറങ്ങും. രാവിലെ കുളിച്ചൊരുങ്ങി പോകുമ്പോ ഉമ്മാടെ അടുത്ത് ചെന്ന് താക്കോലും എടുത്ത് ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പോകും. അതാ മക്കള്. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ആ ഉമ്മയുടെ ദുആയ. നീയോ ചെന്ന ഉടനെ പെണ്ണുമ്പിള്ളയുടെ കൈ കൊടുക്കും, കൊണ്ട് പൂട്ടി വെച്ചാൽ അലമാരിക്കകത്ത്. എല്ലാം ആദ്യം ഭാര്യയുടെ കയ്യിൽ, കാലി പോക്കറ്റുമായിട്ട് ഉമ്മ അടുത്ത് തന്നെ പോകാറ്. എന്നാ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇരിക്കുന്ന സമ്പന്നന്മാരോട്, കച്ചവടക്കാരോട്, എടാ ബാപ്പ വീട്ടിൽ, ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് രാത്രി 10 മണിക്ക് 11 മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോ നിന്റെ ആമിനാത്ത സൂപ്പർ ഉറക്കവാ, ബെല്ലടിക്കുമ്പോ വായും തുറന്നോണ്ടാ എഴുന്നേറ്റ് വരുന്നേ. എന്നാ നിന്റെ ഉമ്മയോ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അവൻ വന്നോ? കിടന്ന കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഉമ്മയാണെങ്കിലും ചോദിക്കാറുണ്ട്, എൻ്റെ മോൻ വന്നോ? പെണ്ണും പിള്ള പൂത്ത ഉറക്കമായിരിക്കും. അതാ ഉമ്മ. ഇനിയെങ്കിലും പഠിച്ചോ. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മമാർ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അവരാടാ നിന്റെ വീടിന്റെ ബറക്കത്ത്. ഞാൻ പറയുന്നു, എന്തുകൊണ്ടാണ് തറവാട്ടിൽ ഇത്ര ബറക്കത്ത്? നമ്മളെല്ലാവരും ജനിച്ചു വളർന്നൊരു വീടുണ്ട്, തറവാട്. ആ വീടിന്റെ അകത്ത് കിട്ടുന്ന സന്തോഷം മറ്റൊരു വീട് വെച്ചാൽ കിട്ടാറില്ല. എന്തുകൊണ്ടാ? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രായമുള്ളവർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രായമുള്ളവർ ഏത് വീട്ടിലുണ്ടോ അതാ മനസ്സിലാക്കേണ്ടത്, അവിടെയാ ബർക്കത്ത്. ആ മാതാപിതാക്കളുള്ള വീടിന്റെ അകത്ത് ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ.